ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. അതായത് മെക്കാനിക്കൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെയ്ത്ത് എന്ന ടോപ്പിക്കിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ലെയ്ത്ത്. ഓക്കെ, നമുക്കറിയാം ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഡിവൈസാണ് അല്ലേ. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ്. കാലങ്ങൾ കഴിയുന്തോറും എന്ത് ചെയ്തിട്ടുണ്ട്, ലെയ്ത്തിൻ്റെ ഫീച്ചേഴ്സിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ CNC ലെയ്ത്ത് വരെ, അതുപോലെ തന്നെ അതിലും കൂടിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഇൻഡസ്ട്രിയിലുള്ള വളർച്ച നമ്മുടെ ഡിവൈസുകളിലും മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മെക്കാനിക്കലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലെയ്ത്ത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ലൈഡിൽ കാണുന്ന ചിത്രമാണ് ഒരു സെൻറ്റർ ലെയ്ത്തിൻ്റെ ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് പാർട്സും കാര്യങ്ങളൊക്കെ കാണും. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല, കാരണം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ലെയ്ത്ത്, അതുപോലെ ലെയ്ത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ലെയ്ത്തിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, ലെയ്ത്തിന് മുഖ്യമായിട്ട് വരുന്ന പാർട്സുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ വർക്കുകൾ നമുക്ക് ലെയ്ത്ത് വഴി ചെയ്യാൻ പറ്റും, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലെയ്ത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള സ്ലോട്ടിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ തുടങ്ങിയ കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് സെൻറ്റർ ലെയ്ത്ത്. ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഓരോ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. എല്ലാവരും ലെയ്ത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് നല്ലൊരു വെൽ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ലെയ്ത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ ആവില്ല, ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സിലൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളും വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ലെയ്ത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലെയ്ത്തിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ വർക്ക് പീസിനെ ടേൺ ചെയ്യണം. ടേണിങ് പ്രോസസ്സ് എന്നാണ് നമ്മൾ പറയുക. ടേണിങ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും. വർക്ക് പീസിനെ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു ഷാർപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് ആ വർക്ക് പീസിന് എന്താണ് നമുക്ക് വേണ്ട ആ ഒരു ഡിസൈനിലേക്ക് മാറ്റിയെടുക്കുകയാണ് നമ്മൾ ലെയ്ത്ത് വഴി ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മുടെ ലെയ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുശേഷം ലെയ്ത്ത് വർക്ക് ആകുമ്പോൾ നമ്മുടെ ഈ വർക്ക് പീസ് എന്ത് ചെയ്യും, നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ടൂൾ ഉണ്ടായിരിക്കും ലെയ്ത്തിൽ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഒരു ലെയ്ത്ത് എന്നുള്ള ഇതിൽ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, അതിൻ്റെ പ്രോസസ്സുകളും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടൂൾ മൂവ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അത്രയാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് പീസിനെ നമ്മൾ ഷാർപ്പായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യപ്പെട്ട ഡിസൈനിലേക്ക് മാറ്റിയെടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്. അഥവാ നമ്മുടെ വർക്ക് പീസിൻ്റെ മെറ്റലിനെ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡിസൈനിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രൊസീജിയറാണ് എവിടെ നടക്കുന്നത്, ലെയ്ത്ത് എന്ന് പറയുന്ന ഇതിൽ നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ പഴയ ഒരു മെഷീൻ ടൂളാണ്. വളരെ ഓൾഡസ്റ്റ് മെഷീൻ ടൂൾ എന്ന് പറയാം. അത്രയും പഴയ ആളായ കാരണം നമ്മൾ ലെയ്ത്തിനെ പറയുന്ന പേര് ഫാദർ ഓഫ് ഓൾ മെഷീൻ ടൂൾസ് എന്നാണ്. അതായത് എല്ലാ മെഷീൻ ടൂൾസിൻ്റെയും ഫാദറായിട്ട് അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ ലെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ലെയ്ത്ത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വരിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ. ഫാദർ ഓഫ് ഓൾ മെഷീൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാ മെഷീനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആര്, ലെയ്ത്ത് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1797 കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ലെയ്ത്ത് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, 1797 കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷുകാരാണ് എന്ത്, ഫാദർ ഓഫ് ഓൾ മെഷീൻ ടൂൾസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ലെയ്ത്തിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. അതിലെന്ത് നടക്കുന്നു, ഒരു റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് പീസ് ഉണ്ടായിരിക്കും. പിന്നെ അതിനനുസരിച്ച് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കട്ടിംഗ് ടൂൾ ഉണ്ടായിരിക്കും. ഈ കട്ടിംഗ് ടൂൾ വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ലെയ്ത്തിൻ്റെ ഈ ഒരു മെറ്റലിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിലെ മെറ്റലിനെ റിമൂവ് ചെയ്തിട്ട് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മെറ്റൽ എന്ന് പറഞ്ഞാൽ മെറ്റൽ മാത്രമല്ല, നമുക്ക് വുഡ്, അതുപോലെ തന്നെ മെറ്റൽ, ബാക്കി മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ലെയ്ത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് അതിനൊക്കെ അനുസരിച്ച് ഓരോ ടൈപ്പ് ഓഫ് ലെയ്ത്തുകളുണ്ട്. ഓക്കെ, സോഫ്റ്റ് മെറ്റീരിയൽ മെഷീൻ ചെയ്യാനുള്ള ലെയ്ത്ത് ഉണ്ട്, ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ മെഷീൻ ചെയ്യാനുള്ള ലെയ്ത്ത് ഉണ്ട്. അതൊക്കെ നമ്മൾ ഏതൊക്കെ ടൈപ്സ് ലെയ്ത്ത് മെഷീൻസ് ഉണ്ട് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഫാദർ ഓഫ് ഓൾ മെഷീൻ ടൂൾസ് എന്നാണ് ലെയ്ത്ത് അറിയപ്പെടുന്നത്. 1797 കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തിട്ടുള്ളത്, ലെയ്ത്ത് എന്ന മെഷീൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിൽ നടക്കുന്ന ബേസിക് പ്രൊസീജിയർ എന്താണ്, ഒരു വ്യക്തി നമ്മളോട് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇതിലൊരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് പീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കട്ടിംഗ് ടൂൾ ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു മെറ്റലിന് ആ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിന് അനുസരിച്ചിട്ടുള്ള ഒരു കട്ടിംഗ് ടൂൾ ഉണ്ടായിരിക്കും. ആ കട്ടിംഗ് ടൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ആ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ മെറ്റീരിയലിനെ അഥവാ ആ വർക്ക് പീസിലെ മെറ്റലിനെ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസൈനിലേക്ക് ആ വർക്ക് പീസിനെ മാറ്റിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത് നമ്മുടെ ലെയ്ത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലെയ്ത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം, മെയിൻ പർപ്പസ് ഓഫ് ദ ലെയ്ത്ത്. എന്തിനാണ് ലെയ്ത്ത് ഉപയോഗിക്കുന്നത്, അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. പിന്നെ സേഫ്റ്റി പ്രിക്വേഷൻസ് പഠിക്കാനുണ്ട്. സേഫ്റ്റി പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന സേഫ്റ്റി പ്രിക്വേഷൻസ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ലെയ്ത്ത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ലെയ്ത്ത് ഉണ്ടെന്ന് പഠിക്കണം. ഐഡൻറ്റിഫൈ മെയിൻ പാർട്സ് ഓഫ് ദ സെൻറ്റർ ലെയ്ത്ത്, സെൻറ്റർ ലെയ്ത്തിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാനുണ്ട്. സ്റ്റേറ്റ് ദ പർപ്പസ് ഓഫ് ഈച്ച് മെയിൻ പാർട്സ്, ലെയ്ത്തിൻ്റെ ഓരോ പാർട്സിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ അതിൽ ഹോൾഡ് ചെയ്യുന്ന വർക്ക് ഏതൊക്കെയാണ്, അതുപോലെ മെത്തേഡ് ഓഫ് കട്ടിംഗ് ടേബിൾസ് എന്തൊക്കെയാണ്, കട്ടിംഗ് സ്പീഡ് എന്തൊക്കെയാണ്, ലെയ്ത്തിൻ്റെ സ്പീഡ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്, നമുക്ക് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ലെയ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു ലെയ്ത്തിൻ്റെ ചിത്രമാണ്, ഒരു സെൻറ്റർ ലെയ്ത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഞാൻ വായിച്ചുതരാം. ദ ലെയ്ത്ത് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് സിലിണ്ട്രിക്കൽ വർക്ക്, സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെയ്ത്ത്. സിലിണ്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പിൽ, ഓക്കെ, സിലിണ്ടറിൻ്റെ ഷേപ്പ്, ഓക്കെ. ദ വർക്ക് പീസ് ഈസ് റൊട്ടേറ്റഡ് വൈൽ ദ കട്ടിംഗ് ടൂൾസ് മൂവ്മെൻറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ മെഷീൻ ഓർ ആൻ ഓപ്പറേറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, ദ വർക്ക് പീസ് ഈസ് റൊട്ടേറ്റഡ്, വർക്ക് പീസ് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. കട്ടിംഗ് ടൂൾ എന്ത് ചെയ്യും, നമുക്ക് കട്ടിംഗ് ടൂളിനെ മുന്നോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കട്ടിംഗ് ടൂളിനെ മൂവ് ചെയ്യാൻ പറ്റും. അതാരാണ് മൂവ് ചെയ്യുക, കൺട്രോൾഡ് ബൈ ദ മെഷീൻ അല്ലെങ്കിൽ ഓപ്പറേറ്റർ. ആ കട്ടിംഗ് ടൂളിൻ്റെ മൂവ്മെൻറ്റ് വേണമെങ്കിൽ മെഷീന് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിക്ക്, ഒരു ഓപ്പറേറ്ററിന് അതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ റൗണ്ട് ചെയ്ത ഭാഗത്ത് കാണിച്ചിട്ടുള്ളത് എന്താണ്, നമ്മുടെ വർക്ക് പീസാണ്. ആ വർക്ക് പീസിനെ ഇപ്പോൾ രണ്ടാമത് റൗണ്ട് ചെയ്തുള്ള ഭാഗത്ത് എന്തുണ്ടായിരിക്കും, നമ്മുടെ കട്ടിംഗ് ടൂൾ ഉണ്ടായിരിക്കും. ആ കട്ടിംഗ് ടൂൾ വെച്ചിട്ട് ഈ ഒരു വർക്ക് പീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലെ മെറ്റലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരളവിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഒരു ലെയ്ത്തിൽ നടക്കുന്ന കോമൺ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് പീസ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കട്ടിംഗ് ടൂൾ ഉണ്ടായിരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മെറ്റൽ റിമൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെയ്ത്തിങ് മെഷീൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന് കഴിഞ്ഞുള്ള വീഡിയോയിൽ ലെയ്ത്തിൻ്റെ ടൈപ്പ്, അതുപോലെ ലെയ്ത്തിൻ്റെ പാർട്സ്, ഓരോ പാർട്സിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്, ലെയ്ത്തിൽ നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ലെയ്ത്ത് എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ചോളം പഠിക്കാനുള്ളത്. അതിനുശേഷം ഷേപ്പിംഗ് ടൂള്, ഡ്രില്ലിങ് എന്താണ്, അതുപോലെ മെഷീൻസിനെ കുറിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.